അപ്പം സാധാരണഗതിയിൽ ഉള്ള ഒരു ചിന്ത എന്ന് പറയുന്നത് ഹോസ്പിറ്റലിൽ പോയി ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത് വീട്ടിലും അല്ല വേറെ അതിനായിട്ടുള്ള സൗകര്യമുള്ളിടത്ത് ചെയ്യുക എന്നുള്ളത്. പക്ഷേ ഒരു കാര്യമുള്ളത് പലപ്പോഴും ഈ ജീവൻ രക്ഷിക്കുക പിന്നെ റീഹാബിലിറ്റേഷൻ എന്ന് പറയുമ്പോഴും ഈ സ്ട്രോക്ക് വന്നേക്കുന്ന 4-1 പേർക്ക് വീണ്ടും സ്ട്രോക്ക് വരും എന്നാണ് കാണുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ജീവൻ രക്ഷിക്കുന്ന ആ പാർട്ടാണോ ഈ റീഹാബിലിറ്റേഷനിലാണോ എന്താണ് ശരിക്കും ഇത് വീണ്ടും വരാതിരിക്കാനായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നീക്കുന്നത്? ഇമ്മീഡിയറ്റ്ലി നമ്മൾ ഈ ചെയ്യുന്ന ക്ലോസ് ബസ്റ്റർ ഇഞ്ചക്ഷനോ സർജറിയോ ഒന്നും നമുക്ക് ഇനി അടുത്തൊരു ക്ലോട്ട് വരാതിരിക്കാൻ നമ്മളെ സഹായിക്കുന്നില്ല. അതുപോലെ റീഹാബിലിറ്റേഷനും നമ്മളെ സഹായിക്കുന്നില്ല ഇനി അടുത്തത് വരാൻ. ശരിക്കും 25% അല്ല, അതിനേക്കാളും കൂടുതൽ പേർക്ക് വീണ്ടും സ്ട്രോക്ക് വരാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നാണ് ഞാനൊരു റഫ് അണ്ടർസ്റ്റാൻഡിങ് വെച്ച് മേ ബി ലിറ്ററേച്ചർ നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ. അപ്പം റിപ്പീറ്റ് അറ്റാക്ക്, ഇപ്പം സ്ട്രോക്ക് വന്ന ഒരാൾക്ക് സ്ട്രോക്ക് വരാൻ മാത്രമല്ല, അവർക്ക് കിഡ്നി ഫെയിലിയർ വരാനുള്ള സാധ്യതയും ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യതയും വെരി ഹൈ ആണ്. ഈവൻ അങ്ങനെയുള്ള പേഷ്യൻസിന് തന്നെയാണ് കാഴ്ചയ്ക്ക് പ്രശ്നം വരാനുള്ള സാധ്യത, റെറ്റിനോപ്പതി വരാനുള്ള. അപ്പം നമ്മളുടെ രക്തക്കുഴലുകൾക്ക് ഡാമേജ് വന്നിരിക്കുന്നു എന്നുള്ളതാണ് അവിടെ വന്നിരിക്കുന്നത്. അത് ബ്രെയിനിന് മാത്രമല്ല, മറ്റുള്ള എല്ലാ അവയവങ്ങൾക്കും അത് ആപ്ലിക്കബിൾ ആണ്. അതുപോലെ സ്ട്രോക്ക് വന്നിരിക്കുന്നവർക്ക് ഡെമെൻഷ്യ, നമ്മുടെ മെമ്മറി കുറഞ്ഞു പോകാനുള്ള സാധ്യത, അൽഷിമേഴ്സ് ഡിസീസ് പോലെയുള്ളത് വരാൻ, പാർക്കിൻസൺസ് ഡിസീസ് വരാനുള്ള സാധ്യത ഇതെല്ലാം കൂടുതലായിരിക്കും. അതുപോലെ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള. അപ്പോൾ അതിനെന്താ ചെയ്യാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ റീഹാബിലിറ്റേഷൻ്റെ പാർട്ടിൽ വരുന്നത് നമുക്ക് നടക്കാൻ പറ്റാത്ത ആളെ പതുക്കെ അതിനെ വീണ്ടും റീട്രെയിൻ ചെയ്ത് ബ്രെയിനിനെയും റീട്രെയിൻ ചെയ്ത് നടക്കാറാക്കുക, സംസാരിപ്പിക്കാറാക്കാനായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുക, എഴുതിപ്പിക്കാനുള്ള, നമ്മൾ കൊച്ചു കുട്ടികളെ പഠിപ്പിച്ചെടുക്കുന്നത് പോലെ നമ്മൾ പഠിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മുടെ ജീവിതശൈലി കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ സ്ട്രോക്കിന് ആധാരമായിട്ടുള്ളത് അത് ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷനാണ് ഏറ്റവും പ്രധാനം. ഹൈപ്പർ ടെൻഷനും അതിന് കഴിക്കുന്ന മരുന്നുകളും പലപ്പോഴും സ്ട്രോക്കിന് കാരണമാകുന്നു. കാരണം ഹൈപ്പർ ടെൻഷനുള്ള ആൾക്ക് നമ്മൾ ബ്ലഡ് തിന്നേഴ്സാണ് കൊടുക്കുന്നത്. അത് നമുക്ക് വീണ്ടും സ്ട്രോക്ക് വരുത്താനുള്ള സാധ്യത വീണ്ടും കൂട്ടുകയാണ്.